അയോട്ടുള്ള ഖമേനിയും ഇറാനും ഒളിവിൽ പോയെന്നാണ് ഇപ്പോഴത്തെ സംശയം. 2021 ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറി ഹമാസ് തീവ്രവാദികൾ ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കി. അത് കഴിഞ്ഞ് ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയപ്പോൾ ഓരോ ആക്രമണങ്ങൾ കഴിഞ്ഞപ്പോഴും ഖമേനി അവിടുന്ന് ഭീഷണിയും മുന്നറിയിപ്പും കൊടുക്കുമായിരുന്നു. ഇസ്രായേലിനെ ഞങ്ങൾ തകർക്കും. സിറിയയിലെ ഇറാൻ എംബസിയിൽ കയറി ഹിസ്ബുള്ള തീവ്രവാദികളെ കൊന്നപ്പോഴും ഇറാൻ 200-300 മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചു. ഓരോ തവണയും പറഞ്ഞു ഇസ്രായേലിന് താങ്ങാൻ പറ്റിയില്ലാത്ത തരത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഇങ്ങനെ യുദ്ധം 2 വർഷത്തോളം നീണ്ടു നിന്ന് എല്ലാവർക്കും അറിയാം. അവസാനം ഇറാൻ്റെ ആണവ കേന്ദ്രം നശിപ്പിക്കുന്നതുവരെ ഇറാൻ്റെ ചൊറിച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഖമേനി ഇടയ്ക്കിടയ്ക്ക് വരും, ഒരു AK-47 ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇപ്പോൾ തകർക്കുമെന്ന് പറഞ്ഞ് ഇറാനിലുള്ള ജനതയെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ ഇറാൻ വിചാരിച്ച് ഇറാൻ്റെ ആണവ നിലയം ആർക്കും ഒരിക്കലും തകർക്കാൻ പറ്റിയില്ലെന്ന്. കാരണം അത് വലിയ മലനിരകളുടെ അടിയിലായിരുന്നു, കിലോമീറ്ററോളം ഉള്ളിൽ. അപ്പം മല തകർക്കാൻ ഉപായ ബോംബുകളൊന്നും പോലെ ആറ്റം ബോംബ് തന്നെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്നാണ് അവരുടെ ധാരണയിരുന്നത്. എന്നിരുന്നാലും അവർ എൻട്രി ചെയ്ത് കുറച്ച് യുറേനിയം നേരത്തെ മാറ്റി വെച്ചിരിക്കാം സേഫ് ഗാർഡായിട്ട്. എന്നുവെച്ചാൽ ഇസ്രായേൽ ആക്രമിക്കുകയോ ഇല്ലയോ എന്നുള്ള 50-50 ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു 50-50 അവർ തയ്യാറെടുത്തു. കൂടുതൽ സാധനങ്ങൾ ഈ മണ്ണിൻ്റെ അടിയിലെ തുരങ്കത്തിൽ തന്നെ വെച്ച് അവരുടെ ഫാക്ടറിയിൽ. പക്ഷേ ഒരു 10-15 B-52 വിമാനങ്ങൾ ഇട്ട ബോംബ്, ഓരോ ബോംബിനും 15 ടൺ ഭാരമുള്ളതാണ്. ഈ ബോംബിട്ട് ആ മല മുഴുവൻ തകരണമെന്നില്ല. ബോംബിട്ട് കഴിഞ്ഞുള്ള കുലുക്കത്തിൽ ഈ ടണലിന് കേട് പറ്റിയാൽ മതി. ടണൽ കുറച്ച് താഴോട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഇളക്കം തട്ട്. അതിനുള്ള കോൺക്രീറ്റും പാറക്കെട്ടുകളും മുകളിലുള്ളതിനൊക്കെ ഇളക്കം തട്ട്. പിന്നെ ആ ഗുഹ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഏത് സമയത്ത് കുറച്ച് ഭാഗം താഴോട്ട് ഇരിക്കുമെന്നറിയത്തില്ല. നമ്മുടെ കാശ്മീരിലൊരു റോഡിന് ടണൽ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പം ഉൾഭാഗത്ത് ഇടിച്ചിലുണ്ടായിട്ട് അതിൽ അകപ്പെട്ടു പോയ തൊഴിലാളികളെ എടുക്കാൻ 3-4 ആഴ്ച എടുത്ത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു ടെക്നോളജിക്ക് അത് പിന്നെ തുറന്നു പോകാൻ പറ്റില്ല. നമ്മുടെ ബീഹാറിലെ എലിത്തുരപ്പന്മാർ പിള്ളേർ വന്നിട്ടാണ് തുറന്നപ്പുറത്ത് ചെന്ന് ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് വന്നത്. ഇപ്പോൾ ഈ മലകൾക്ക് ഉള്ളിലുള്ള ഈ ആണവ നിലയം അപ്പോൾ ആ മല മുഴുവൻ തകരണമെന്നില്ല. ആണവ നിലയത്തിൻ്റെ തുരങ്കങ്ങൾക്ക് കേടുപറ്റി ഇളക്കം തട്ടിയാൽ മതി. ഇളക്കം തട്ടുന്നത് എപ്പോഴും കുറേശ്ശെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ പ്രായോഗികമായിട്ട് അത് റിപ്പയർ ചെയ്ത് പോലും ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇമ്പോസിബിൾ. അപ്പോൾ ചുരുക്കത്തിൽ ഈ ആണവ നിലയം 100% തകർന്നു. പിന്നെ ആണവ മെറ്റീരിയൽ മുഴുവൻ തകർന്നു എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞ 50-50 ചാൻസ്. അവർ വേറെയും കുറച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇനി എവിടെ ഉണ്ടാക്കും? ഇതേപോലുള്ള മലനിരകളുടെ ഉള്ളിലെ നശിച്ചു പോയെങ്കിൽ ഇനി എവിടെ പോയി ആണവനില ഉയർത്തുണ്ടാക്കും? രണ്ടാമത് ദാറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഇനി ഇറാനുള്ള ഏക വഴി അമേരിക്കയുടെ ഫ്രണ്ട്ലി രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി ഇതേപോലെ സ്ഥാപിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് ടർക്കിയിൽ ഉദാഹരണത്തിന്, അല്ലെ അഫ്ഗാനിസ്ഥാനിൽ, അല്ലെ ഇറാഖിൽ. ഇറാഖുമായിട്ട് പണ്ട് യുദ്ധം നടന്ന് തെറ്റിപ്പിരിഞ്ഞതാണ്. എന്നാലും കോമൺ എനിമിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ അവർക്ക് ഇനിയും ഒന്നിക്കാൻ പറ്റും. അപ്പോൾ ഖമേനി ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഹമാസിനെ നിരത്തി പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുക. ഒരക്ഷരം മിണ്ടുന്നുണ്ടോ? ഇതാണ് കിട്ടേണ്ടത് കിട്ടിയ ക്ടാത്തനടങ്ങൂളെന്ന് പറയും. കിട്ടേണ്ട പോലെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഖമേനിക്കും മിണ്ടാട്ടമില്ല. ഇനി ഇസ്രായേൽ ഇത്രയും കാലം 2 വർഷം ക്ഷമിച്ചത് വേസ്റ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ 10-50 ഇനിയും പിടിച്ചു കൊണ്ടുവരെ തിരിച്ച് കിട്ടാൻ ബാക്കിയുണ്ട്. അതിലേതാണ്ട് 28 പേര് മരിച്ചിരിക്കുകയാണ്. ബാക്കി 22 പേരെങ്ങാണ്ടേ ഉള്ളൂ. ബാക്കി 20 ഇങ്ങനെ കാലക്രമേണ ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ ഇവരെല്ലാവരും ബാക്കിയുള്ളവരുടെ കൂടെ മരിച്ചോട്ടെ എന്ന് കരുതി ആ ടണലുകൾ മുഴുവൻ തകർക്കേണ്ടതായിരുന്നു. പോയിസണസ് ഗ്യാസോ അല്ലെങ്കിൽ ബോംബോ ഡൈനാമിറ്റോ ഏതെല്ലാം ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെടിക്കോപ്പുകളും ഉപയോഗിച്ച് ആ ടണൽ മുഴുവൻ തകർത്ത്
അതിലുള്ള ഹമാസിനെ തീർക്കുക, ഈ 10-25 ഇസ്രായേലിൽ ബാക്കിയുണ്ടെങ്കിൽ അവർ മരിക്കും. ഏതായാലും അവർ മൃതപ്രായരായിരിക്കും. പെണ്ണുങ്ങളെയൊക്കെ അവർ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, സ്ത്രീകളെ. അപ്പോൾ ആ ഒരു ദാക്ഷിണ്യം ഇവർ കാണിക്കാൻ പാടില്ല. ഇസ്രായേൽ കാണിച്ച വേറൊരു അബദ്ധം, ആദ്യം മുതലേ ഓൾ ഔട്ട് ഡിസ്ട്രക്ഷന് പോയില്ല. ഗാസ എന്ന് പറയുന്നതിനെ തരിപ്പണമാക്കുന്നത് പോരായിരുന്നു. ഒരു ഇസ്രായേലി പൗരൻ കൊല്ലപ്പെട്ടതിന് ഡെയിലി 1000 ഹമാസുകാരോ ഗാസയിലുള്ളവരോ കൊല്ലപ്പെടണമായിരുന്നു. 1200 പേര് കൊല്ലപ്പെട്ടതിന് 1,20,000 പേര് മരിക്കണമായിരുന്നു. പക്ഷേ ഇതുവരെ ഏതാണ്ട് 65,000 മരിച്ചിട്ടുള്ളൂ. ഒരു ദിവസം 1000-ൽ കൂടുതൽ ഗാസക്കാർ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇതിന് പണ്ടേ 1 വർഷം മുമ്പേ, അല്ലെങ്കിൽ ഇതെന്നാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ ബാക്കി പിടിച്ചു കൊണ്ടുവരെ വിട്ടയക്കുമായിരുന്നവർ. ഈ നമ്മളൊരു കുറ്റകൃത്യം ചെയ്താൽ അതിനുള്ള പണിഷ്മെൻറ്റ് തീവ്രമാണെന്ന് അറിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ കുറയത്തുള്ളൂ. അത് നമ്മുടെ ഒരു എല്ലാ നീതിന്യായ വ്യവസ്ഥയിലും ഉള്ളതാണ്. ശിക്ഷാ നടപടി എത്ര ലഘുവാണോ കുറ്റകൃത്യങ്ങളുടെ ആവർത്തനം വരും, എത്ര തീവ്രമാണോ കുറ്റകൃത്യങ്ങൾ അത്രയും കുറയും. അപ്പം ഞാൻ പറയുന്ന ഈ വിത്തും തൈകളുമാണ് ഗാസയിലെ നശിപ്പിക്കേണ്ടത്. ഈ വിത്തും തൈകളെന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തീവ്രവാദികളാണ് ഹമാസ്. അപ്പോൾ കുട്ടികളാണ് അവിടെ കൂടുതൽ കൊല്ലപ്പെടേണ്ടത്. ഇന്നത്തെ സ്ത്രീകളാണ് നാളെ കുട്ടികളെ ജനിപ്പിക്കുന്നത്. അതാണ് വിത്തുകൾ. അപ്പോൾ അവിടെ സ്ത്രീകളും കുട്ടികളുമാണ് മാക്സിമം കൊല്ലപ്പെടേണ്ടത്. ഈ സ്ത്രീകളും കുട്ടികളും മരിക്കുമ്പോഴത്തേനും ഇവിടെ കിടന്ന് ഓരോരുത്തർ ബഹളം വയ്ക്കുന്ന കേട്ടാൽ തോന്നും ഇവരുടെ നാട്ടിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നത്. വയറ്റിൽ കിടക്കുന്ന കുട്ടികളെ ലക്ഷക്കണക്കിന് ഇന്ത്യയിൽ കൊല്ലപ്പെടാറില്ലേ? എത്രയോ അമ്മമാർ ഉണ്ടായ ശിശുക്കളെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളയുന്നു. എത്രയോ അമ്മമാരെ മക്കൾ തല്ലിക്കൊല്ലുന്നു. ഇവിടെയും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഇഷ്ടം പോലെ കൊല്ലുന്നുണ്ട് അവരുടെ ആവശ്യം വരുമ്പോൾ. അപ്പം സ്വയം നിലനിൽപ്പിനല്ല, ഇവിടെ വൈരാഗ്യത്തിന് വേണ്ടി ആണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി. അതേസമയം സ്വയരക്ഷയ്ക്ക് വേണ്ടി ബാക്കിയുള്ളവരെ കൊല്ലുന്നതിന് എന്താ കുഴപ്പമിരിക്കുന്നു? സ്വയരക്ഷയ്ക്ക് വേണ്ടിയും ജീവിക്കാൻ വേണ്ടിയും കൊലപാതകം പ്രകൃതിയുടെ നിയമമാണ്. മൃഗങ്ങളും എല്ലാ ജന്തുക്കളും ഓരോന്നിനും ജീവികളെ പിടിച്ച് തിന്നുന്ന എന്തിനാ? അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഇപ്പം ഇസ്രായേലിനെ തകർക്കും, ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്ന് പറയുന്നവരുടെ അടുത്ത് നമ്മൾ സമാധാനം കൈകൂപ്പി നിന്നിട്ട് കാര്യമില്ല. അവർ നമ്മളെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് അവരെ ഇല്ലാതാക്കുക. ഇതാണ് സിമ്പിൾ മിലിറ്ററി ലോജിക്. ദ കിൽ ബിഫോർ ബീയിങ് കിൽഡ്. ഇപ്പോൾ ഇറാനും ഹമാസും ഇവരെല്ലാവരും പറയുന്ന, ഹെസ്ബുള്ളയും പറയുന്നത് ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഇവർ ഈ പറഞ്ഞവരെ ഇല്ലാതാക്കുന്നതിൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അപ്പോൾ ആദ്യം ഗാസയിലുള്ള എല്ലാവരെയും തീർക്കുക, പിന്നെ ഇറാനിലുള്ളവരെ തീർക്കാനുള്ള വേറൊരു വഴിയുണ്ട്. അത് ഈ പേജറിൽ ബോംബ് വെച്ച് ഹെസ്ബുള്ളയെ തകർത്തില്ല എന്ന് പറഞ്ഞ പോലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോകത്തുണ്ടെന്ന് മരുന്നുകൾ, ഇറാനിലേക്ക് പോകുന്ന എല്ലാ മരുന്നുകളുടെ അകത്തും റേഡിയമോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസണസ് മെറ്റീരിയൽ വയ്ക്കുക. അത് കഴിച്ച് ഇറാനിലെ ജനതകൾ ഇല്ലാതായിക്കോളും കാലക്രമേണ. അല്ലാതെ ഇവിടെ സമാധാനവും ചർച്ചയും ചെയ്ത് ഈ വിദേശ രാജ്യങ്ങളിലും ഐക്യരാഷ്ട്രസംഘടനയെ അപലപിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊന്നും ആൾക്കാരും മരിക്കുന്നില്ല. മരിക്കുന്ന ഇസ്രായേലുകാരുടെയാണ്. അപ്പം നിലനിൽപ്പ് അവരുടെ അവകാശമാണെങ്കിൽ, നിലനിൽപ്പെന്ന് പറയുന്നത് ഇസ്രായേൽ ആരെയും ദ്രോഹിക്കാൻ പോകണില്ലല്ലോ. ഇസ്രായേൽ പറയുന്നില്ല ഞങ്ങൾ മറ്റവരെ കൊല്ലും ഇല്ലാതാക്കും എന്ന് പറയുന്നില്ല. ഞങ്ങളെ ഇല്ലാതാക്കാൻ വരുന്നവരെ ഞങ്ങൾ ആദ്യം ഇല്ലാതാക്കും. സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ അതനുസരിച്ച് അവരെ ഈ ഇറാനെയും ഹെസ്ബുള്ളയെയും ഹമാസിനെയും തീർക്കുക. അതിന് ഇറാനിലെ ജനതകളെ തീർക്കുക, ഹമാസിലുള്ള ഗാസയിലെ ജനങ്ങളെ തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെ പിന്നെ ഈ തൈകൾ ഇതിങ്ങനെ വെളുത്ത് വന്നുകൊണ്ടിരിക്കും തീവ്രവാദികൾ. ഒരാൾ പോകുമ്പോൾ അടുത്തയാൾ, ഒരാൾ പോകുമ്പോൾ അടുത്തയാൾ. അപ്പം ഏറ്റവും നല്ല വഴി അതാണ്. ഇപ്പോൾ ഇറാൻ ഒരു വോട്ട് കൊടുത്തെങ്കിലും അവരിപ്പോൾ അടങ്ങിയിരിക്കുന്ന ആ ഭയം കൊണ്ടാണ്. പക്ഷെ അവരിനിയും വരും, അവരിനിയും ഉയർത്തെഴുന്നേൽക്കും. എന്നുവെച്ചാൽ അവർക്ക് യമനിലെ ഹൂത്തികളും ഹിസ്ബുള്ളക്കാരും ഹമാസും മതി ഇവരെ എന്നും അടിച്ചുകൊണ്ടിരിക്കും. ഇറാനിലുള്ള ആയുധ നിർമ്മാണശാലകൾ മുഴുവൻ നശിപ്പിക്കണം. പിന്നെ അവർ ഡ്രോണും മിസൈലും എങ്ങനെ ഉണ്ടാക്കും?
അല്ലാതെ ഈ വരുന്ന മിസൈലിനെ തടയാന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഇസ്രായേലിന് പറ്റത്തുള്ളൂ. ഇസ്രായേൽ അല്ലെങ്കിൽ അടുത്ത ഒരു 25 വർഷം അല്ല 50 വർഷത്തിനുള്ളിൽ ഇല്ലാതാകും. ഇറാൻ അവിടെ നിന്ന് ഇന്നിപ്പോൾ 500 മിസൈലൊക്കെ ഒന്നിച്ചയച്ചേ, അത് 5000 10,000 അയച്ചാൽ ഇസ്രായേൽ നല്ല ലോകത്തൊരു രാജ്യത്തിനും തടുക്കാനാകില്ല. ഒന്നിച്ചൊരു ചെറിയ ഏരിയയിൽ ഇസ്രായേൽ പോലെ ചെറിയ രാജ്യത്തേക്ക് 10,000 മിസൈൽ ഒരേ സമയത്ത് വരിക, അതെല്ലാം ഇറാനിൽ നിന്ന് വിക്ഷേപിക്കണമെന്നില്ല. യമനിൽ നിന്ന് വിക്ഷേപിക്കാം, ഇപ്പോഴാണ് ഹെസ്ബോളയ്ക്ക് വിക്ഷേപിക്കാം. ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യം ഇവരുടെ കൂടെ ചേരുമെന്ന് ആർക്കറിയാം, ഇറാഖോ തുർക്കിയോ ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ അവിടുന്ന് വായിക്കാം. അല്ലെങ്കിൽ ഒരു 20-50 കൊല്ലം കഴിയുമ്പോൾ സൗദി അറേബ്യ ആണോ അവരുടെ കൂടെ കൂടുന്നതെന്ന് അറിയത്തില്ലല്ലോ, അന്നേരം അവിടുന്ന് വായിക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാ മിസൈലും 10,000-കണക്കിന് മിസൈൽ ഒന്നിച്ച് വന്നാൽ തടയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പം അങ്ങനെ സ്വയം തകർക്കപ്പെടുന്നതിന് മുമ്പേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആയുധ ഫാക്ടറികൾ, ഇറാനിലെ മിസൈൽ ഫാക്ടറി, ഡ്രോൺ ഫാക്ടറി, ബോംബ് ഫാക്ടറി, മരുന്ന് ഫാക്ടറി, ഇങ്ങനെയുള്ള എല്ലാ ഉൽപ്പാദന കേന്ദ്രങ്ങളുമാണ് നശിപ്പിക്കേണ്ടത്. അല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ പട്ടാള ക്യാമ്പിൽ കുറച്ച് ബോംബ് കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല. അത് കുറച്ച് പേര് അന്നേരം മരിക്കും, അടുത്ത ആൾക്കാർ റിക്രൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊരു സസ്റ്റെയിൻഡ് കമ്പയിൻ നടത്തിയാലേ ഇസ്രായേലിന് ഒരു 100 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാപ്പിൽ കാണത്തുള്ളൂ, അല്ലെങ്കിൽ അവർ മാപ്പിൽ കാണത്തില്ല. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ക്യാപ്റ്റൻ ജോയ്.